നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസും പല കാര്യങ്ങളും അവൈലബിൾ ആണെങ്കിലും ആർക്കും തന്നെ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ട്രേഡ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറേ സ്റ്റോക്കുകളുടെ പേരുകൾ കേൾക്കുന്നു, ഒരുപാട് പേർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. നമുക്ക് നമ്മുടേതായിട്ട് ഉള്ളൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടായാലും എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പലർക്കും അറിയില്ല. ഈവൻ എൻ്റെ വീഡിയോസ് പോലും സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും അതൊരു ഈവൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഇങ്ങനെ സ്വിംഗ് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ എവിടെ അവർ ടെക്നിക്കലി ഫണ്ടമെന്റലി ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആരും തന്നെ പറഞ്ഞു തരുന്നില്ല. എല്ലാം കൂട്ടിക്കൊഴിച്ചൊരു അവയിൽ പരിവായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഈ സാധനം വരുന്നത്. എവിടെയാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്, ഈവൻ ഒരു എൻട്രി നമ്മൾ എടുത്തു, ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്തു, അത് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എവിടെ എക്സിറ്റ് ചെയ്യണം, എത്ര നാൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടാർജറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ടാർജറ്റ് എത്തി കഴിഞ്ഞ് പിന്നെ അത് വെയിറ്റ് ചെയ്യണോ, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നതിൽ ഭേദം നമുക്ക് ഒരു സ്വിംഗ് ട്രേഡറെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു സീരീസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ബിഗിനേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇതിലേക്കൊന്ന് പറയുകയാണ്. അതായത് നമ്മളൊരു സ്റ്റോക്ക്, കമ്പനിയുടെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്തു, അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, അതായത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്തു. ഇപ്പോൾ 100 രൂപയ്ക്കാണ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്തത്, ഇന്ന് നമ്മൾ വാങ്ങിച്ചു, നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് നിങ്ങളിത് വിൽക്കുന്നു. 100 രൂപയ്ക്ക് വാങ്ങി 110 രൂപയ്ക്ക് നിങ്ങളിത് വിൽക്കുന്നു, നിങ്ങൾക്ക് 10 രൂപ ലാഭം. ഇതാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ നടക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൂടുതലുള്ള ട്രേഡിംഗ് മെത്തേഡ് ഏതാണ്? അത് സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ നിങ്ങൾക്കിത് പാസീവായിട്ട് ചെയ്യാം. പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ ആദ്യമായിട്ട് ഏതൊക്കെ സ്റ്റെപ്പിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നാണ് ആദ്യം ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്താണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് സെലക്ഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റോക്ക് സെലക്ഷൻ. നിങ്ങൾ എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്? സാധാരണ റീറ്റെയിൽ ട്രേഡേഴ്സ് എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ടെലഗ്രാം ഗ്രൂപ്പിൽ കാണും, പിന്നെ പല ഹിന്ദി വീഡിയോസൊക്കെ കാണും. അതിലൊക്കെ 1-2 സ്റ്റോക്കൊക്കെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് മൂളി കെട്ടിയാൽ മതി, അപ്പം തന്നെ അത് ബൈ ചെയ്യുക. പ്രൈസ് പോലും അറിയുന്നില്ല. പിന്നെ ചില സ്റ്റോക്കുകളുടെ എനിക്കിത് ഈ സൊമാറ്റോ 10% കിട്ടിയിട്ടോ അല്ലെങ്കിൽ 20% കിട്ടിയിട്ടോ, ആണോ അവന് കിട്ടിയാൽ എനിക്കും കിട്ടണം എന്ന് വെച്ചാൽ ഞാനും വാങ്ങും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ആദ്യം എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോണേ. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സ്റ്റോക്ക് സെലക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ സ്റ്റോക്ക് സെലക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം സ്റ്റോക്ക് സെലക്ട് ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്കെ, സ്റ്റോക്ക് സെലക്ട് ചെയ്തു, ഓടിപ്പോയി എന്നാൽ അതെ സ്റ്റോക്ക് സെലക്ട് ചെയ്തു അടിച്ചു കൊടുത്തു ബൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ല, ഈ സ്റ്റോക്ക് നമ്മൾ അനാലിസിസ് ചെയ്യണം. രണ്ടാമത് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്. അതായത് ഒരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡ്, അതായത് ഷോർട്ട് ടൈം ട്രേഡിൽ ഒരുപാട് ഫണ്ടമെന്റൽ നിങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എൻട്രി പോലും ഉണ്ടാവില്ല. ഇത് ഫണ്ടമെന്റൽ കാണുമ്പോൾ അയ്യോ ഇത് ചീത്ത സ്റ്റോക്കാണെന്ന് നിങ്ങൾ കളയും. പക്ഷേ ഫണ്ടമെന്റലിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് നമ്മളൊരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് സെലക്ട് ചെയ്തു, സെക്കൻഡ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തു, തേർഡ് വരുന്നത് എന്താണ്? ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ എവിടെ നോക്കണം? ട്രേഡിംഗ് വ്യൂവിൽ നോക്കണം. എന്തൊക്കെ നോക്കണം അല്ലെ? അതും നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ആ കാര്യം നമുക്ക് പഠിക്കണം. ഇനി അപ്പോൾ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തു, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്തു, ടെക്നിക്കൽ അനാലിസിസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടെക്നിക്കൽ അനാലിസിസും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൽ എൻട്രി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഫോർത്ത് സ്റ്റെപ്പ് എൻട്രി. എവിടെയാണ് ഇത് എൻട്രി എടുക്കേണ്ടത്? ഈ ടെക്നിക്കൽ അനാലിസിസിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്തത് ടെക്നിക്കൽ അനാലിസിസ് കഴിഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്തു. സോ നമ്മൾ എൻട്രി എടുത്തു.
ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്തു, 110, 120, 150 ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റ് ആണ്. നേരെ മറിച്ച് 90, 80, 85 അല്ലെങ്കിൽ 70 പോയി കഴിഞ്ഞാൽ നമുക്കിത് നഷ്ടമാണ് അല്ലേ. നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 90 രൂപയായാൽ നമുക്ക് നമ്മുടെ 10 രൂപ നഷ്ടമായി, 80 രൂപയായി 20 രൂപ നഷ്ടമായി. ഈ നഷ്ടം 70 ആവാൻ ഇങ്ങനെ കാത്തിരിക്കരുത്, ഈ നഷ്ടം നമുക്ക് നിർത്തണം. അതാണ് എന്ത്, സ്റ്റോപ്പ് ലോസ് അഥവാ SL എന്ന് പറയുന്നത്. അപ്പോൾ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വെക്കേണ്ടത് ടാർജറ്റ് അല്ല, സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, ഇനി സ്റ്റോപ്പ് ലോസ് നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചു. അടുത്തത് എക്സിറ്റ് എന്ന് വെച്ചാൽ സ്റ്റോക്ക് ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് മാറ്റി. ഈ ഒരു 6 സ്റ്റെപ്പ് അനാലിസിസ് ആണ് നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റോക്ക് സെലക്ഷൻ, എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം, എവിടെ പോയി സെലക്ട് ചെയ്യാം, ടെലഗ്രാമിൽ പോയോ യൂട്യൂബിൽ പോയോ അല്ലെങ്കിൽ പലയിടത്തു നിന്നുള്ള ടിപ്സ് വെച്ചിട്ടാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഒരിക്കലുമല്ല. എങ്ങനെ നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ട്രെൻഡ് ലൈനിൽ നോക്കിയിട്ട്, അതായത് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന സ്ക്രീനർ നോക്കിയിട്ടാണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ സെക്ടർ ബുള്ളിഷ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് വേണം എപ്പോഴും സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ IT ഒരു സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ സെലക്ട് ചെയ്യുന്നതെങ്കിൽ IT സെക്ടർ ബുള്ളിഷ് ആണെങ്കിലാണ് IT സ്റ്റോക്സ് കയറത്തുള്ളൂ. അപ്പോൾ ആ സെക്ടർ ബുള്ളിഷ് ആണ്, ഏത് സെക്ടറാണ് ഇപ്പോൾ കറന്റ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം സ്വിംഗ് ട്രേഡ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്, ബെയറിഷ് മാർക്കറ്റിൽ ഒരിക്കലും സ്വിംഗ് ട്രേഡിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് നോക്കി അല്ലെങ്കിൽ ബുള്ളിഷ് സെക്ടർ നോക്കാനായിട്ട് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ TRENDLYNE ആണ് സ്പെല്ലിങ്. ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് നിങ്ങൾ എടുക്കുക. ഇതൊരു സ്ക്രീനറാണ് കേട്ടോ. ഇതിനകത്ത് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ മാർക്കറ്റ്സ് ടുഡേ, ഡിസ്കവർ, അനാലിസ്റ്റ്, എസ്റ്റിമേറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ നോക്കുന്നത് എന്ന് പറയുന്നത് ഇൻഡിസസ് ആൻഡ് സെക്ടർ ഡാഷ്ബോർഡാണ്. ഡെയിലി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ചുമപ്പുമായാണ്. കാരണം മാർക്കറ്റ് ചെറുതായിട്ടൊരു ബെയറിഷ് മോഡിലാണ്. നിഫ്റ്റി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബെയറിഷ്നെസ് ആണ് നിഫ്റ്റിയിൽ കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഡെയിലി മാത്രം നോക്കി സ്വിംഗ് ചെയ്യാൻ പറ്റില്ല. ഡെയിലി നമ്മൾ ടെക്നിക്കലിലൊക്കെ നമുക്ക് ഡെയിലി ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ചാർട്ടുകൾ. പക്ഷെ ഫണ്ടമെന്റലി നോക്കുമ്പോൾ ചെറിയ 1% ഒക്കെ മാർക്കറ്റ് ഇങ്ങനെ കുത്തിനല്ലല്ലോ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ക്വാർട്ടർ വേണം സെലക്ട് ചെയ്യാൻ. ഞാൻ ക്വാർട്ടർ എടുത്തു. ക്വാർട്ടറിൽ ഒരു കാര്യം കൂടി നോക്കുക, ഇവിടെ ഇൻഡിസസ് ആണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ സെക്ടർ ആണ് നോക്കേണ്ടത്. സെക്ടർ ക്വാർട്ടറിൽ ഏത് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഹൈക്ക് വന്നിരിക്കുന്നത് നോക്കി. കൊമേഴ്ഷ്യൽ സർവീസ് ആൻഡ് സപ്ലൈസിലാണ് 94% ഹൈക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഹാർഡ്വെയർ ടെക്നോളജി ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ 60%. ആൻഡ് അതേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സെക്ടർ പറയാനുള്ള ഒരു 80%. ബാക്കി റീറ്റെയിലിങ്ങിൽ 60%. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് 11%, ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് ഒരു 10%. മഹീന്ദ്രയ്ക്ക് എൻ്റെ ഉണ്ടായിരുന്ന കേട്ടോ. പക്ഷേ ചെറുതായിട്ട് ഞാൻ ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചിരുന്ന മാർക്കറ്റ് ബെയറിഷ് ആയതുകൊണ്ട് അപ്പോൾ അതിൽ എനിക്കൊരു 20% ഹൈ കിട്ടിയത്, പക്ഷേ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ നോക്കി കൊമേഴ്ഷ്യൽ സർവീസ് തന്നെ എടുക്കാം. അപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ കൊമേഴ്ഷ്യൽ സർവീസിലൊന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ സർവീസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബെയറിഷ് മാർക്കറ്റിലും കൊമേഴ്ഷ്യൽസിൽ ഏതൊക്കെ സ്റ്റോക്കാണ് ആ ഒരു റാലി കീപ്പ് ചെയ്യുന്നത് നോക്കണം കേട്ടോ. ഫസ്റ്റ് അദാനി എൻ്റർപ്രൈസസ് ആണ്. അദാനി എൻ്റർപ്രൈസസ് നോക്കുമ്പോൾ ചെറിയൊരു താഴത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അദാനി എൻ്റർപ്രൈസസിന് മുമ്പായിട്ട് ഈ സ്റ്റോക്കുകൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കണം. അതായത് ഇവിടെ നോക്കിക്കുക, അദാനി എൻ്റർപ്രൈസസിന് ഏകദേശം 2,68,335 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഒരു 10,000 crore മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് ലാർജ് ക്യാപ് ഫണ്ടുകളാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എൻട്രി തെറ്റിപ്പോയാൽ നമുക്ക് വളരെ സമാധാനമായിട്ട് ഇരിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് 10,000 മുകളിലുള്ളത് സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഈ പറഞ്ഞ എലൈറ്റ്കോൺ 64,347 കോടിയുണ്ട്. അപ്പോൾ അത്യാവശ്യം 10,000 മുകളിലുള്ള കമ്പനികളാണ് ഈ കാണുന്നത്. 10,000 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുകളിലുള്ള. അപ്പോൾ ഇതിൽ അദാനി എൻ്റർപ്രൈസ് നോക്കുമ്പോൾ ചെറിയൊരു നെഗറ്റിവിറ്റിയാണ്. എലൈക്കോൺ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു ബുള്ളിഷ്നെസ് കണ്ടോ, നല്ലൊരു ബുള്ളിഷ്നെസ് ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇത് നോക്കിയിട്ട്. അപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ ആ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക്, നിങ്ങൾക്ക് ബുക്കിൽ തന്നെ ചെയ്യണമെന്നില്ല, ജേണലൊക്കെ എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ലാപ്പിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ലാപ്പിൽ ചെയ്യാം. പക്ഷേ ഈ ബുക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റോക്ക് സെലക്ഷനിൽ ഫസ്റ്റ് ഞാൻ എഴുതുന്നത്, ഇതിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു 10,000 കോടിക്ക് മുകളിലും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ബുള്ളിഷ്നെസ്, ഈ ഒരു നെഗറ്റീവ് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി പോസിറ്റീവ്. അപ്പോൾ ആ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ് എലൈറ്റ്കോൺ എന്ന് പറയുന്ന സ്റ്റോക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റോക്ക് എഴുതുന്നത് എലൈറ്റ്കോൺ
എന്ന് പറയുന്ന സ്റ്റോക്കാണ്. എലൈറ്റ്കോൺ ഫുൾ നെയിം വരുന്നത് എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്. അപ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾ എഴുതി വെക്കുമ്പോൾ എപ്പോഴും ഡേറ്റ് ഇട്ട് വേണം എഴുതി വെക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എഴുതുന്നത് 23/8/25, അതായത് ഇന്ന് ശനിയാഴ്ചയാണ്. പക്ഷേ ഞാൻ 22 ഡേറ്റ് ആണ് ഇടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നാണല്ലോ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, അതുകൊണ്ടാണ് ആ ഡേറ്റ് ഇടുന്നത്. അപ്പോൾ എലൈറ്റ്കോൺ എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഒന്നുകൂടി നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സഗ്ലിറ്റി ഇന്ത്യ ലിമിറ്റഡും അത്യാവശ്യം ഒരു ബുള്ളിഷ് റാലി കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റോക്കായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് സഗ്ലിറ്റി ഇന്ത്യ ലിമിറ്റഡ്. സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സ്റ്റോക്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഡോംസ് ഇൻഡസ്ട്രീസ് തേർഡായിട്ട് ഞാൻ എടുക്കുന്നത് ഡോംസ് ഇൻഡസ്ട്രീസ് ആണ്. തൽക്കാലം ഒരു 3 സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈസ് കൂടി ഞാൻ എന്നെ എഴുതി വെക്കുകയാണ്. പ്രൈസ് എഴുതാനായിട്ട് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ടാണ് പ്രൈസ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇത് ഭയങ്കര സിമ്പിൾ മെത്തേഡാണ്. പക്ഷെ ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ഞാൻ ആ സെക്ടർ ബ്രേക്ക്ഔട്ട് നോക്കാനാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അതിൽ കൂടുതലായിട്ട് ഞാൻ നോക്കുന്നത് ചാർട്ടിംഗ് എന്ന് പറയുന്ന സ്ക്രീനറിൽ നമ്മുടേതായൊരു സ്ക്രീനർ ഇട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ആണ്. അപ്പോൾ നമ്മൾ ചാർട്ടിങ്ങിൽ കുറച്ച് സ്റ്റോക്ക് എൻ്റെ രീതിയിൽ ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുറച്ച് സ്റ്റോക്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യും വീണ്ടും. പിന്നെ അത് അനാലിസിസ് സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് സോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എലൈറ്റ്കോണിൻ്റെ എലൈറ്റ്കോണിൽ നിങ്ങൾ നോക്കിക്കുക മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആ ഒരു സെക്ടറൊക്കെ ഓക്കെയാണ്. പക്ഷെ ട്രേഡിംഗ് വ്യൂവിൽ അത് ഇടുമ്പോൾ BSEയിൽ സ്റ്റോക്കാണ് ഇങ്ങനെ ഡോട്ട് കണ്ടു വളരെ ലിക്വിഡിറ്റി കുറഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രൊമോട്ടേഴ്സ് മാത്രമായിരിക്കും ഇത് കണ്ടോ. അതാണ് ഞാൻ പറയുന്നത് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് അപ്പോൾ തന്നെ പോയി മേടിക്കരുത്. വളരെ വോളിയം കുറവാണ്. വലിയ പ്രൊമോട്ടേഴ്സ് മാത്രം ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്നതാണ്. ജമ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. പക്ഷെ 402 രൂപ വിലയുണ്ട്. സോ വളരെ ലോ പെർഫോമൻസ് എന്നല്ല. ഇന്നലെ ഒരു 5% കയറിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ വോളിയം ആണ് ഇതിൽ. പക്ഷെ എന്നാലും ഞാൻ ഇതൊന്ന് സോർട്ട് ചെയ്യാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആണോ ഇല്ല. ഇപ്പം ഇങ്ങനത്തെ സ്റ്റോക്കുകളായാലും ഞാൻ പറഞ്ഞ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ടെക്നിക്കലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ ഫണ്ടമെന്റലി നോക്കുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ ആ ടെക്നിക്കൽ മൊമെന്റും ആണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ഇങ്ങനെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എഴുതുന്നുണ്ട് അതിന്റെ പ്രൈസ്. അതുപോലെ തന്നെ അടുത്തത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്കിന് അത്യാവശ്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിയത് മിസ്സായെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. അത്യാവശ്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്കാണ്. എന്നാലും വോളിയം ഭയങ്കര കുറവാണ്. സഗ്ലിറ്റി നോക്കുമ്പോൾ ഇപ്പോൾ ജസ്റ്റ് 46 രൂപയാണ് ഈ ഒരു സ്റ്റോക്കിനുള്ള വില എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇനി അടുത്ത് ഡോംസ് ഇൻഡസ്ട്രീസ്. ഡോംസും കുഴപ്പമില്ലാത്ത മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ഞാൻ എഴുതുന്നത് ഏകദേശം 2473 രൂപയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് 3 കാറ്റഗറിയിലുള്ള സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വളരെ ലോ പ്രൈസിലുള്ള ഒരു സ്റ്റോക്ക്, ഒരു മീഡിയം പ്രൈസ്, അതിൻ്റെ ഒരു ഇത്തിരി ഹൈ പ്രൈസിലുള്ള 3 സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഡേറ്റ് 22/8/25 അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ബുക്ക് എടുത്ത് ഇതിൽ വളരെ കൃത്യമായിട്ട് സ്റ്റോക്ക് സെലക്ഷൻ സ്വിങ്ങിൽ ഡേറ്റ് ഇട്ട് എഴുതി വെക്കുക. പിന്നീടായാലും നമുക്കിത് നോക്കുമ്പോൾ ഇപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതാണ്, ഇത് എന്താ ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഇത് കയറിയിട്ടുണ്ട് ഇല്ല എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മുടെ സെലക്ഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രെൻഡ് ലൈൻ ഞാൻ ഈ ഒരു ബുള്ളിഷ് സെക്ടർ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്ക്രീനറാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ മാനുവലി തന്നെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കൊടുത്ത് സ്റ്റോക്ക് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു 3 സ്കാനർ 3 ടൈപ്പ് ഓഫ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ചാർട്ടിങ് യൂസ് ചെയ്ത് നമ്മുടെ മാനുവലി കൊടുക്കുന്ന കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളാണിത്. വലിയ കണ്ടീഷൻസ് അല്ല, ചെറിയ വോളിയവും അതുപോലെ തന്നെ ചില ഹൈസും അതുപോലെ തന്നെ ഇത്ര ഡേയ്സിൽ വന്നിരിക്കുന്ന ക്ലോസ് ഒക്കെ നോക്കിയിട്ട് ചെറിയൊരു സ്ക്രീനിങ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ സ്റ്റോക്കുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ JM ഫിനാൻഷ്യൽസ് ഒക്കെ ഞാൻ ഓൾറെഡി 163 ഒക്കെ ഉള്ളപ്പോൾ തൊട്ട് ആഡ് ഓൺ ചെയ്താണ്. നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് JM ഫിനാൻഷ്യൽസ് കിട്ടി. അക്യൂട്ടാസ് ഒക്കെ ഇപ്പോഴും ഇതിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ഇതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാനിവിടെ കണ്ട ഈ ഒരു ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് മോശമായിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സ്റ്റോക്കിൽ, അതായത് എൻ്റെ ഈ ഒരു സ്ക്രീനർ വെച്ചിട്ട് ഞാൻ എടുത്ത കുറച്ച് സ്റ്റോക്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്റ്റോക്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് അറിയാം. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഒരു സ്ക്രീനറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മളായിട്ട് പേഴ്സണലി തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കും. കാരണം നമുക്ക് ഇതിൽ പറയുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാവർക്കും അവരുടേതായ കുറേ സ്ക്രീനേഴ്സ് ഉണ്ടാവും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ക്രീനറാണ്.
അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഇനി സ്റ്റോക്ക് സെലക്ഷൻ ആണ്. അപ്പോൾ സ്റ്റോക്ക് ഞാൻ പറഞ്ഞല്ലോ ചാർട്ടിങ് യൂസ് ചെയ്താണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്, കുറച്ച് ക്രൈറ്റീരിയ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, സ്റ്റോക്ക് ഞാൻ ഇതുപോലെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് 6 മാസം, അതായത് ജൂണിലുള്ളതാണ്. 29/6 ഇത്. 24/6 ഇതുകൊണ്ട് ശനി ട്യൂസ്ഡേ ആണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പ്രൈസ് എഴുതിയത്. അപ്പോൾ എത്ര ലോസ് പ്രോഫിറ്റിനൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിൽ എത്ര സ്റ്റോക്കുകൾ ഇപ്പോൾ പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി മാറിയിട്ട് ഒരു ബെയറിഷ്നെസ്സിലാണ്. എന്നിരുന്നാലും ഈ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് നമുക്ക് നോക്കാം. ആ സ്റ്റോക്ക് ഞാൻ എഴുതിയ പ്രൈസ് 3343, 29/3 അതായത് ലോസ് റണ്ണിങ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് മാസ്ഡോക്കിന്റെ അവസ്ഥ നമുക്ക് നോക്കാം. നമ്മളിത് സ്ക്രീനറിലിട്ട് നോക്കുകയാണ്. മാസ്ഡോക്ക് എന്ന് പറഞ്ഞ സ്റ്റോക്ക്. മാസ്ഡോക്ക് നോക്കുമ്പോൾ 2700 അപ്പോൾ ലോസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് അത് ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഈ എല്ലാ സ്റ്റോക്കും ഞാൻ എൻട്രി എടുത്ത സ്റ്റോക്ക് അല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹൈക്ക് തന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയിരിക്കുകയാണ്. മാർക്കറ്റ് ഓൾറെഡി ബെയറിഷ് മോഡലാണ്. അപ്പോൾ ആ സ്റ്റോക്ക് നമുക്ക് ലോസ് ആണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം നമുക്ക്. ഇത് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റോക്കുകളാട്ടോ. എല്ലാം ഒന്നുമില്ല, ചിലത് മാത്രമാണ് ഞാൻ ബൈ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ തമിഴ്നാട് പെട്രോ കെമിക്കൽ 110 രൂപ, അതായത് പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷെ ചെറിയൊരു കറക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. പി എന്ന് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി, ഇത് ലോസ് എന്നൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അടുത്ത് നോക്കിയാൽ എസ്കോട്ട്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അപ്പോൾ എക്സ്കോട്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന എസ്കോട്ട് കുബോട്ടോ എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രൈസ് 3321. കറന്റ് ഇതിന്റെ പ്രൈസ് നോക്കിയാൽ 3569 രൂപയാണ്. വീണ്ടും റീട്രേസ്മെന്റ് തന്നിട്ട് തന്നെയാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. സോ അത് നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്താണ് 63 മൂൺസ് ടെക്നോളജി. ഈ ഒരു ബുക്കിൽ ഞാൻ സ്റ്റോക്സ് എഴുതി വെച്ചിട്ടുണ്ട്. അത് അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നുമല്ല. പെട്ടെന്ന് നമ്മളിങ്ങനെ എടുത്തെടുത്ത് എഴുതുമ്പോൾ ഇങ്ങനെ ആയി പോണതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടി എഴുതിയ സ്റ്റോക്കല്ല, പക്ഷെ നിങ്ങളും കൂടി എൻ്റെ സിസ്റ്റം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ 63 മൂണ്ട് നമ്മുടെ പ്രൈസ് 886 ആൻഡ് 994 വരെ പോയി. ഇപ്പോൾ ചെറിയൊരു കറക്ഷൻ ആണ്. എന്നിരുന്നാലും ഇത് പ്രോഫിറ്റ് തന്നെയാണ്, ലോസ് അല്ല. കാരണം 884 നമ്മുടെ ബൈ പ്രൈസ്, 86 അതിന് താഴെ പോയിട്ടില്ല. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അടുത്ത നവ ലിമിറ്റഡ് ആണ്. നവ ലിമിറ്റഡ് 582, 603, കറണ്ട് പ്രൈസ് 671, അതും പ്രോഫിറ്റ് തന്നെയാണ്. പിന്നെ അടുത്തത് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ ആണ്. ഞാൻ എല്ലാം നോക്കിയിട്ടില്ല, ഓൾറെഡി കുറേയൊക്കെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. കാരണം മാർക്കറ്റ് ബെയറിഷ് ആയതുകൊണ്ട് തന്നെ. ഗ്ലെൻമാർക്ക് 1683 നമ്മൾ സോർട്ട് ചെയ്ത്. ഇപ്പോൾ കറണ്ട് 1937 രൂപയാണ്. അതും പ്രോഫിറ്റ് തന്നെയാണ്. ഇനി അടുത്ത് ആസ്ട്ര മൈക്രോവേവ് ലിമിറ്റഡ്. ഞാൻ വേഗം നോക്കാം. ഓക്കെ, ആസ്ട്ര മൈക്രോവേവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ സോർട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ് 1138. അത് നെഗറ്റിവിറ്റിയിലേക്ക് പോയി. അത് ലോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ലോസ് ആണ്, അന്ന് ലോസ് തന്നെയായിരുന്നു. കണ്ടോ, റാലി ചെറിയൊരു കറക്ഷനാണ് ആസ്ട്ര മൈക്രോവേവ് ലിമിറ്റഡിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത റേമണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. റേമണ്ട് ലിമിറ്റഡ് 603 രൂപ, 631 രൂപ പോയിരുന്നു. പക്ഷെ 621 ഇപ്പം നിൽക്കുന്നത്. അതും പ്രോഫിറ്റ് തന്നെയാണ്. പിന്നെ ജുബീലിയൻ ഇൻഗ്രീവിയ എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ജുബീലിയൻ ഇൻഗ്രീവിയ നമ്മൾ സോർട്ട് ചെയ്ത് 719 രൂപ, 756 വരെ ഇത് പോയിരുന്നു. പിന്നെ ഇപ്പം ഇതിൻ്റെ പൈസ 716 ലോസ് ആണ്. ഇനി നമുക്കൊന്ന് നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 9 സ്റ്റോക്കിൽ 1, 2, 3 3 സ്റ്റോക്ക്, 3 സ്റ്റോക്ക് ലോസും അതുപോലെ തന്നെ 6 സ്റ്റോക്ക് പ്രോഫിറ്റുമാണ്. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ റിസ്ക് റിവാർഡ് നോക്കി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓവറോൾ പ്രോഫിറ്റിൽ അവസാനിപ്പിക്കാമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തന്നാണ്. ഇത് മാത്രമല്ല, പിന്നെ ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തെ ഞാൻ ഇവിടെ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത മാസം, അതായത് 16/7/2025, അതായത് ജൂലൈ മാസം ഞാൻ സോർട്ട് ചെയ്ത സ്റ്റോക്കുകളാണ്. ഇതെല്ലാം ഞാൻ നോക്കുന്നില്ല, എൻ്റെ ഉള്ള സ്റ്റോക്കുകൾ മാത്രം ഞാൻ കാണിച്ചു തരാം. ക്യുപ്പിഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് സ്റ്റോക്കാണെന്നുള്ളത്. എന്നിരുന്നാലും ഞാനത് ബൈ ചെയ്തിട്ടുണ്ട്. ക്യുപ്പിഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 171 ആണ്. 337 ഞാൻ സോർട്ട് ചെയ്തത്. പ്രോഫിറ്റ് ആണ് എനിക്ക്. അതിൻ്റെ അടുത്ത് തന്നെ അക്യൂട്ടാസ്, അത് രണ്ടും മാത്രമാണ് ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളത്. എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയമില്ല. അക്യൂട്ടാസ് 1220 സോർട്ട് ചെയ്തത്. നൗട്ട്സ് 1423, 2 പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെയറിഷ് മാർക്കിൽ ഇത് രണ്ടും പ്രോഫിറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ വീണ്ടും ഞാൻ ജൂലൈയിൽ സോർട്ട് ചെയ്ത സ്റ്റോക്കാണ്. ഓഗസ്റ്റിൽ ഞാൻ സോർട്ട് ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി മാർക്കറ്റ് ഒരു ബെയറിഷ് മോഡൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് സ്വിംഗ് എൻട്രീസ് ഒന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ജൂണിലും ജൂലൈയിലും നമുക്ക് ചെറിയ രീതിയിൽ നല്ല സ്വിംഗ് ട്രേഡിംഗ് കിട്ടി. എന്നാലും വലിയ ടാർജറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊന്നും സ്വിംഗിൽ അത്ര വലിയ ടാർജറ്റ് ഒന്നും അല്ല. എന്നിരുന്നാലും കോസ്റ്റ് പ്രോഫിറ്റിലൊക്കെ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റി, ചെറിയ ലോസിലൊക്കെ ഇറങ്ങാനായിട്ട് പറ്റി. ഓഗസ്റ്റിൽ ഈ പറഞ്ഞ ബെയറിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കീപ്പ് ചെയ്യാണ്. ചെറിയൊരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പല
ബ്രേക്ക്ഔട്ട്സ് അത് സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോക്ക് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താക്കും നമുക്ക് നോക്കാം. പക്ഷേ ഇതല്ല എൻ്റെ പെർഫെക്റ്റ് സെലക്ഷൻ അല്ല. പെർഫെക്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ആണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.